ഹായ് മക്കളെ, ഒരു നീറ്റ് ക്രാക്ക് ചെയ്ത സ്റ്റുഡൻറ്റിനെയും നീറ്റ് ക്രാക്ക് ചെയ്ത സ്റ്റുഡൻറ്റ് തമ്മിൽ വ്യത്യാസപ്പെടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന സമയത്ത് അവർ ചെയ്യുന്ന റിവിഷനാണ്. നമ്മൾ നീറ്റ് എക്സാമിന് കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോ സൂപ്പർ റിപ്പീറ്റ് ചെയ്തോ ക്രാഷ് ആണോ അത് സ്കൂൾ ഗോയിങ് ആണോ എന്നത് പ്രസക്തിയില്ല. അവസാന ഒരു മാസം നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ റിവിഷൻ ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ നീറ്റ് സ്കോറിൽ എന്ത് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക. അതായത് എൻ്റെ റിപ്പീറ്റ് കാലഘട്ടത്തിലും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള എല്ലാ മെഡിക്കോസിൻ്റെയും നീറ്റ് ക്രാക്ക് ചെയ്ത മെഡിക്കോസ് റിപ്പീറ്റ് കാലഘട്ടത്തിലും അവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് അവരെല്ലാവരും സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷനാണ്. റിവിഷനും അവസാന 15 ദിവസം 20 ദിവസം പഠിക്കുന്ന നീറ്റ് എക്സാമിന് പഠിക്കുന്ന കാലഘട്ടത്തിനും അതിൻ്റെതായ പ്രസക്തി നമുക്കുണ്ട്. എല്ലാ കുട്ടികളും വരുത്തി വെക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ പ്രോപ്പറായിട്ട് ഒരു വർഷം നല്ല ഷെഡ്യൂൾ പഠിച്ചു വരികയും നടത്തുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ എക്സാംസിനും മോക്ക് എക്സാമിനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നല്ല സ്കോർ കിട്ടുകയും എന്നാൽ നീറ്റ് എക്സാം ആവുന്ന സമയത്ത് അവർ പ്രോപ്പർ റിവിഷൻ ചെയ്യാത്തത് മൂലം നീറ്റ് എക്സാമിന് നല്ലൊരു സ്കോർ കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ എൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ സെൽഫായിട്ടാണ് നീറ്റ് ക്രാക്ക് ചെയ്തത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് സപ്പോർട്ടില്ലാണ്ട് പഠിക്കാനില്ലാണ്ട് ഞാൻ അങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്തത്. ആ സമയത്ത് അവസാന സമയമാവുന്ന സമയത്ത് ഒരു ഫെബ്രുവരി അവസാനം മാർച്ച് തുടക്കാവുന്ന സമയത്ത് എൻ്റെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത് എറൗണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 450, 350, 500 സംതിങ്ങിലേക്കായിരുന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ കുറച്ച് ആൾക്കാർ നിങ്ങളെ പോലെ എൻ്റെ കാലഘട്ടത്തിൽ നീറ്റ് ക്രാക്ക് ചെയ്ത കുറേ സീനിയേഴ്സ് ഉണ്ടാവില്ലേ, അവരെ കഷ്ടപ്പെട്ട് കോൺടാക്ട് ചെയ്തു. അതുപോലെ കുറച്ച് സാറന്മാരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്ത ശേഷം എനിക്ക് അവരിന്ന് മനസ്സിലായ കാര്യമെന്ന് പറയുന്നത് റിവിഷന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ്. അത് കാരണം ഞാൻ എൻ്റെതായ സമയത്ത് പ്ലാൻ ചെയ്ത സ്ട്രാറ്റജിയാണ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എൻ്റെ സ്ട്രാറ്റജിയാണ്. ഓക്കെ, എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻ്റെ കംഫർട്ടബിൾ പ്ലേസിൽ നിന്ന് എൻ്റെ സിറ്റുവേഷൻസിന് ഞാൻ ബിൽഡ് ചെയ്തതാണ്. നിങ്ങൾ സ്ട്രാറ്റജി കേട്ട ശേഷം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. പക്ഷേ ബേസിക് ആയിട്ട് എല്ലാ സ്ട്രാറ്റജികളും എല്ലാ ടോപ്പേഴ്സ് പറയുന്ന എല്ലാ മെഡിക്കോസ് പറയുന്ന സ്ട്രാറ്റജിയിലും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രോപ്പറായിട്ട് പഠിക്കണം, എങ്ങനെ ടൈം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പറയുന്ന സ്ട്രാറ്റജി അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നോ ഫോക്കസ് ചെയ്യണമെന്നോ അല്ല ഞാൻ പറയാൻ പോകുന്നത്. പകരം എൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ കേട്ട ശേഷം ഓക്കെ ഇത് ഇന്ന കാര്യങ്ങൾ കൊള്ളാം, ഇന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യണം എന്നതനുസരിച്ച് നിങ്ങളുടെ ടൈം ഷെഡ്യൂളും നിങ്ങളുടെ കംഫർട്ടബിളും നിങ്ങളുടെ വില്ലിംഗ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിളും ഷെഡ്യൂളും ഫോക്കസ് ചെയ്ത് ഇനി വരാൻ പോകുന്ന നീറ്റ് എക്സാമിന് 15 ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ മക്കളെ ഐ എം ഷുവർ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ കഴിയും. നിങ്ങൾ ബിലോ ആവറേജ് ആയിക്കോട്ടെ, ആവറേജ് ആയിക്കോട്ടെ, ടോപ്പർ ആയിക്കോട്ടെ, ഏത് കുട്ടികളായിരുന്നാലും നിങ്ങൾക്ക് നല്ലൊരു ലെവലിലേക്ക് എത്താൻ കഴിയും. പ്രോപ്പറായിട്ട് റിവിഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് നിങ്ങൾ റിവിഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാമിന് റിസൾട്ടിനെ നല്ലപോലെ എന്ത് ചെയ്യും, പ്രതികൂലിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യും, സ്പോയിൽ ആവുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ചോളം റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ മോർ ഓവർ അവർ ഈ സമയത്ത് നല്ല സ്ട്രെസ്സിലും ടെൻഷനിലും ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റിവിഷൻ പക്കയായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മളെ സംബന്ധിച്ചോളം നീറ്റ് എക്സാം എന്ന് പറയുന്നത് 720 ആണ്. നീറ്റ് എക്സാം 720 ആണ്. 3 മണിക്കൂർ എക്സാമാണ്. അതായത് 3 മണിക്കൂർ നിങ്ങൾ എഴുതുന്ന എക്സാമാണ്. നിങ്ങൾ നാളെ എന്താകണം, നിങ്ങൾ സ്വപ്നത്തിൽ നിന്ന് എത്തുമോ, നിങ്ങൾ ഏത് കോളേജിൽ കയറണം, നിങ്ങൾ ഡോക്ടർ ആവണം ഡിസൈഡ് ആക്കുന്ന 3 മണിക്കൂർ. എത്ര മണിക്കൂർ? 3 മണിക്കൂർ. അത് എത്ര സ്കോറാണ്? 720 എന്ന് പറയുന്നത്. അതിൽ 670 എന്ന് പറയുന്നതാണ്, 670+ എന്ന് പറയുന്നതാണ് നമുക്ക് അടുത്ത വർഷം സേഫ് സ്കോറായിട്ട് എന്ത് ചെയ്യാം, പ്രിഡിക്റ്റ് ചെയ്യാം. 670+. അപ്പോൾ 670+ നമുക്ക് എങ്ങനെ എത്താം? അതായത് നിങ്ങൾക്കിപ്പം കിട്ടുന്നത് 300 മാർക്കാണ് എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? 300 മാർക്ക്. അപ്പോൾ ചില കുട്ടികൾ പറയും, സാർ എനിക്ക് 300 മാർക്കേ കിട്ടുന്നുള്ളൂ, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എനിക്ക് അവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 300 കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? 300 കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര മതി? 670 മതി. ബാക്കി എത്ര മതി? 370 മതിയല്ലോ. ബാക്കി എത്ര മതിയല്ലോ? 370 മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 300 ആൾറെഡി കിട്ടുന്നുണ്ട്. ബാക്കി എത്ര വേണം? 370 വേണം. ബാക്കി എത്ര വേണം? 370 വേണം. 370 മാർക്ക്. 300-ൽ നിന്ന് എനിക്ക് 370 മാർക്ക് ഇനി കൂട്ടണം. 15 ദിവസം കൊണ്ട് എങ്ങനെ 370-ലേക്ക് എത്തിക്കാം? അതായത് ആൾറെഡി 300 കിട്ടുന്നുണ്ട്. 300 കിട്ടുന്നത് ഉറപ്പാണ്. ആർക്ക് ഉറപ്പ്? സാധനം എഴുതി കഴിഞ്ഞാൽ 300 കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 300 കിട്ടും. നമുക്ക് ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ട എത്ര മാർക്കാണ്? 370 മാർക്കാണ്. ആ 370 മാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ റിവിഷൻ പ്ലാൻ പറയുന്നതും മുമ്പ് എനിക്ക് പറയാനുള്ള 3-4 പോയിന്റ്സ്, ഫോക്കസ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ഒരൊറ്റ ഗൈഡ് മാത്രമായിരിക്കണം. നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് ഒരൊറ്റ ഗൈഡ് മാത്രമായിരിക്കണം. കുറേ റിസോഴ്സ് നിങ്ങൾ ഉപയോഗിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾ ഒരു ഗൈഡ് ഉപയോഗിച്ച് എ എന്ന് പറയുന്ന ഗൈഡ് ഉപയോഗിച്ച് കുട്ടി പഠിക്കാമെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന ഗൈഡ് ഉപയോഗിച്ച് കുട്ടി പഠിക്കുന്നു. അപ്പോൾ കുട്ടി ഇങ്ങനെ പഠിച്ചൊരു 50 ക്വസ്റ്റ്യൻ ചെയ്തു. ഇരട്ടോസ്റ്റാറ്റിക് എന്ന പാഠത്തിൽ 50 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം ആ കുട്ടിയുടെ ഫ്രണ്ട് എന്ന് പറയാം, എടാ ഞാൻ ബി എന്ന് പറയുന്ന ഗൈഡാണ് ഉപയോഗിക്കുന്നത്, ഞാൻ ബി എന്ന് പറയുന്ന ഗൈഡ്, ആ ഗൈഡ് കുറച്ചുകൂടെ കൊള്ളാം. അപ്പം നമ്മൾ നിങ്ങൾ എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന ഗൈഡ് നിങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. 50 ക്വസ്റ്റ്യൻ ചെയ്തു. ആ 50 ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യും? നേരെ ബിയിലേക്ക് പോകും.
ആ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്താ പറയുക ബാങ്കിലെ ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ 50 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, നിങ്ങൾ നേരെ ബിയിലേക്ക് ചാടും. ആ അന്നത്തെ ദിവസം നിങ്ങൾ സ്ട്രാറ്റജി പ്ലാൻ ചെയ്തു, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫുൾ ഞാൻ ഇന്നത്തെ ദിവസം കൊണ്ട് തീർക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു, മര്യാദയ്ക്ക് നിങ്ങളുടെ പ്ലാനസ് പഠിച്ചു വന്നതാണ്. പക്ഷെ പെട്ടെന്നാണ് ഒരാളെന്ന് പറയുന്നത് ബി എന്ന ടെക്സ്റ്റ് ബുക്കാണ് നല്ലത്, നിങ്ങൾ ബിയിലേക്ക് പോയി. അവസാനം എന്താവും, ഓക്കെ എയും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, ബിയും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, നിങ്ങൾ ഡെയിലി ടൈം ടേബിളും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയോ ഒരു സാറിൻ്റെ ക്ലാസ്സോ ഏതെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സിനെ ആക്കി നിങ്ങൾ ഒരു വീഡിയോ കണ്ട് പഠിക്കാമെന്ന് വിചാരിക്കും. ഫിസിക്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഫിസിക്സ് ഇപ്പോൾ അതുൽ സാറിൻ്റെ ക്ലാസ് നിങ്ങൾ പഠിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതുൽ സാറിൻ്റെ ക്ലാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്തായിരിക്കും വേറൊരാളെന്ന് പറയുന്നത് ഇന്ന ക്ലാസ് കുറച്ചുകൂടെ ബെറ്ററാണ്, നിങ്ങൾ കണ്ടു നോക്കുമെന്ന് പറയും. നിങ്ങൾ അതിൽ നിന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്ന ക്ലാസ് കംഫർട്ടബിൾ ആയിരിക്കും. നേരെ നിങ്ങൾ പോയി എന്ത് ചെയ്യും, അടുത്ത് ബി എന്ന് പറഞ്ഞ ക്ലാസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എയിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു, പക്ഷെ നിങ്ങൾ എങ്ങോട്ട് സ്വിച്ച് ചെയ്തു, ബിയിലേക്ക് സ്വിച്ച് ആയി. അവിടെ കംഫർട്ടബിളായി വരാൻ കുറച്ച് സമയം എടുക്കും. ഒരു പുതിയ സാറിന് ക്ലാസ് കാണുന്ന സമയത്ത് കംഫർട്ടബിളായി വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ അവസാനം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഡെയിലി ഡേറ്റ പ്ലാൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഡെയിലി സംഭവം പഠിക്കാനുണ്ടാവില്ല, അതും പഠിക്കാണ്ട് നിങ്ങൾ ഡെയിലി ടൈം ടേബിൾ എന്ത് ചെയ്യും, അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ റിസോഴ്സ് ഉപയോഗിക്കുന്ന ഒരു സെയിം ഗൈഡ് മാത്രമേ ഉപയോഗിക്കാവൂ. ഒരു സെയിം ഗൈഡ്, നിങ്ങൾ ഏത് ഗൈഡാണോ ഉപയോഗിക്കുന്ന പ്രിപ്പറേഷൻ, ആ ഗൈഡ് ത്രൂ ഔട്ട് എക്സാം ഉപയോഗിക്കും. പിന്നെ NCERT ആണ് നമ്മുടെ എല്ലാം. വിത്തൗട്ട് NCERT നീറ്റ് എക്സാം ഇല്ല. NMC NDAയോട് എക്സാം നടത്താൻ പറഞ്ഞിരിക്കുന്നത് NCERT ബേസ്ഡ് ആണ്. NDA സിലബസ് ഇട്ടേക്കുന്നതും എന്ത് ബേസ് ചെയ്തിട്ടാണ്, NCERT ബേസ്. അപ്പോൾ NCERT എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബയോളജി ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യുക, ഇൻഓർഗാനിക് കെമിസ്ട്രി NCERT റീഡ് ചെയ്യുക. അപ്പോൾ NCERT റീഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. NCERT റീഡിങ് ഫിസിക്സിനും കെമിസ്ട്രിക്കകത്ത് NCERTക്കകത്തുള്ള NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കണം. NCERT ആണ് നമ്മുടെ ബേസ് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് നോട്ട്സ് ഉണ്ടാവും, വേറെ ദിവസം നോട്ട്സ് ഉണ്ടാവും, നിങ്ങൾ എഴുതിയ നോട്ട്സ് ഉണ്ടാവും. പക്ഷേ മോർ ഓവർ തിങ് ബയോളജി ആയിരുന്നാലും ഇൻഓർഗാനിക് ആയാലും NCERT വായിക്കേണ്ട കാര്യങ്ങൾ NCERT വായിക്കാം. NCERT പഠിക്കേണ്ട ഗ്രാഫുകൾ NCERT പഠിക്കാം. NCERT നോക്കേണ്ട ഫിഗറുകൾ NCERT പഠിക്കാം. വേറൊരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാണ്ട് റെഫറിങ് ഓൺ NCERT, ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് എഡിഷനാണ് NCERT. ഈ സമയത്ത് അവസാനം ഒരു 3 വർഷത്തെ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ സിലബസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ കുറവാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT ഫോളോ ചെയ്യുക. എൻ്റെ സ്ട്രാറ്റജി, ഞാൻ പഠിച്ച സമയത്തുണ്ടായിരുന്നു എൻ്റെ സ്ട്രാറ്റജി അവസാനം 15 ദിവസം ഞാൻ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു ദിവസം ഡെയിലി ഞാൻ ഒരു 10 to 12 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം പോയി ഒരു 13 മണിക്കൂർ എന്ത് ചെയ്യുമായിരുന്നു, പഠിക്കുമായിരുന്നു. മാക്സിമം പോയാൽ 13 മണിക്കൂർ പഠിക്കുമായിരുന്നു. കാരണം ഒരു ദിവസം നമുക്കുള്ളത് 24 hours ആണ്. ഒരു ദിവസം നമുക്കുള്ളത് 24 hours ആണ്. അതിൽ നമ്മൾ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്ത കാര്യം 6 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളതാണ്. മിനിമം 6 മണിക്കൂറാണ്. കാരണം ഈ 13 മണിക്കൂർ പഠിക്കുന്ന എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ബ്രെയിന് 6 മണിക്കൂർ റെസ്റ്റ് ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? 13 മണിക്കൂർ പഠിക്കുന്ന എനിക്ക് എൻ്റെ ബ്രെയിൻ എന്താണ്, 6 മണിക്കൂർ റെസ്റ്റ് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, 6 മണിക്കൂർ സ്ലീപ്പ് ചെയ്യുമായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പം 12, അപ്പോൾ 24 നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമുക്കുള്ളത് എന്താണ്, 24 hours ഒരു ദിവസമുള്ള. ശ്രദ്ധിക്കുന്നുണ്ടോ? 24 hours ഒരു ദിവസമുണ്ട്. ഈ 24 hours 12 hour പഠിച്ചു, 12 hour സ്റ്റഡി, 12 hour സ്റ്റഡി, ബാക്കി 12 hours ഉണ്ട്. അതിൽ ഞാൻ വീണ്ടും 6 hours സ്ലീപ്പ്, ബാക്കി എത്ര hours ഉണ്ട്, 6. ഈ 6 hours കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സോഷ്യലൈസ് ആവുന്നത്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ച് നേരം ഇൻസ്റ്റയിലും ഫേസ്ബുക്ക് കളിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റീൽ കാണാം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനിമ കാണാം, ചില സമയം സിനിമ കാണാം, നിങ്ങളുടെ ഫാമിലിയായിട്ട് നല്ല ഗുഡ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും നീറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 6 മണിക്കൂർ ഞാൻ അതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പം എല്ലാ കുട്ടികളും കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്, സാർ ഞാൻ 12 മണിക്കൂർ പഠിക്കുന്നുണ്ട്, 13 മണിക്കൂർ പഠിക്കുന്നുണ്ട്, 14 മണിക്കൂർ പഠിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എത്ര സമയം പഠിക്കുന്നുണ്ടല്ലോ, 18 മണിക്കൂർ പഠിച്ചിട്ടും എനിക്ക് ഒന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല, പോർഷൻ തീർക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാര്യമെന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി പഠിക്കാത്തതുണ്ടാവും. ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 13 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്ന ഒരു 12 മണിക്കൂർ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നതിൻ്റെ പ്ലാനാണ്. എൻ്റെ പ്ലാനാണ് തരുന്നത്. എൻ്റെ നീറ്റ് എക്സാം സമയത്ത് ഞാൻ ഉപയോഗിച്ച പ്ലാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നു. ഞാൻ നീറ്റ് എക്സാം അത് ഉപയോഗിച്ച് എഴുതി ക്രാക്ക് ചെയ്ത് ഇന്നൊരു ഗവൺമെൻറ് കൊടുത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻറ്റ് പറയാൻ പറ്റും, നിങ്ങൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഗുഡ് സ്കോറിലേക്ക് എത്താൻ പറ്റും. എനിക്ക് നല്ലൊരു ഗുഡ് സ്കോറിലേക്ക് എത്താനും ഗവൺമെൻറ് കോളേജ് അഡ്മിഷൻ കിട്ടാനും പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു കോളേജിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ കയറാൻ കഴിയും. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മൊത്തമുള്ളത് 3 സബ്ജക്റ്റാണ്. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. നമുക്കിത് എടുക്കാം, ബയോളജി എടുക്കാം. ബയോളജിയിലാണ് മാക്സിമം സ്കോർ ഉള്ളത്. ബയോളജി എങ്ങനെ പഠിക്കണം. കെമിസ്ട്രി
കെമിസ്ട്രിയാണ്. ബയോളജി കഴിഞ്ഞാൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ അടുത്ത ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ എങ്ങനെ നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കണം. അടുത്ത ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നമ്മൾ എങ്ങനെ സ്ട്രാറ്റജി ഉണ്ടാക്കണം. ഈ 3 കാര്യം ഞാൻ എങ്ങനെയാണ് സ്ട്രാറ്റജി ഉണ്ടാക്കിയത്, ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, ഞാൻ എന്താണെന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്താണ് കാക്കാൻ പോകുന്നത് എന്നുള്ള സ്ട്രാറ്റജി നമുക്ക് എന്തുണ്ടാവും. ഉദാഹരണത്തിന് ഇവിടെ നോക്കളെ, അതായത് ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് 2 മണിക്കൂർ ഞാൻ ഫിസിക്സ് പഠിക്കുന്നു. 2 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യുന്നു, ഫിസിക്സ് പഠിക്കുന്നു. ആ 2 മണിക്കൂർ ഫിസിക്സിൽ ഞാൻ തിയറിയാണോ പഠിക്കുന്നത്, തിയറിയാണോ പഠിക്കേണ്ടത്, റിവിഷൻ ആണോ ചെയ്യേണ്ടത്, MCQ ആണോ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ ആ 2 മണിക്കൂറിലെ പോർഷൻസ് അതിന് നമ്മൾ ടൈം ടേബിളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐഡിയ ഉണ്ടാവണം. അതായത് തിയറിയാണ് പഠിക്കുന്നതെങ്കിൽ ആ സമയം 2 മണിക്കൂർ കഴിഞ്ഞാൽ തിയറി ഞാൻ കംപ്ലീറ്റ് ആക്കിയോ എന്ന് അനലൈസ് ചെയ്യണം. റിവിഷൻ ആണെങ്കിൽ റിവിഷൻ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്തതുപോലെ റിവിഷൻ അനലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യണം. MCQ ഞാൻ 50 MCQ ആണ് 2 മണിക്കൂർ കൊണ്ട് പ്ലാൻ ആക്കിയെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് 50 MCQ കംപ്ലീറ്റ് ആക്കിയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതാണ് സ്ട്രക്ചർ ആക്കുക എന്ന് പറയുന്നത്. ഞാൻ എന്താക്കുക, സ്ട്രക്ചർ നമുക്ക് സംസാരിക്കാം. അതായത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ രാവിലെ മോർണിംഗ് എണീച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മോർണിംഗ് എണീക്കുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് മൈൻഡ് ആയിരിക്കും. ഓക്കെ, ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. ആ സമയത്ത് ഞാൻ മോർ ഓവർ ഫോക്കസ് ചെയ്തിരുന്നത് കൺസെപ്റ്റ്സ് പഠിക്കാനും തിയറി പഠിക്കാനുമായിരുന്നു. അതായത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, തിയറി പഠിക്കുക, ഗ്രാസ്പ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. ആഫ്റ്റർനൂൺ എക്സാം സമയം, അതായത് 2 മണി തൊട്ട് 5 മണി എക്സാം അല്ലേ, ആ സമയത്ത് ഞാൻ മോർ ഫോക്കസ് ചെയ്തത് ആ ഒരു എൻവയോൺമെന്റ് കൊണ്ടുവരാനാണ്. എക്സാമിൻ്റെതായ എൻവയോൺമെന്റ് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തു, MCQ പ്രാക്ടീസ് ചെയ്തു. പ്രീവിയസ് ഇയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം അതുപോലെ എന്ത് ചെയ്തു, ആഫ്റ്റർനൂൺ ഞാൻ MCQ പ്രീവിയസ് ഇയർ ഒക്കെ എന്ത് ചെയ്തു, പ്രാക്ടീസ് ചെയ്തിരുന്നു. ഈവനിങ് ഞാൻ എന്ത് ചെയ്തു, അന്ന് പഠിച്ച കാര്യങ്ങൾ, അന്ന് ഞാൻ രാവിലെ മോർണിംഗ് തുടങ്ങി ഇന്ന കാര്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ രാത്രി ഞാൻ 1 മണിക്കൂർ എടുത്തിട്ട് ഇന്ന കാര്യം പഠിച്ചിരുന്നു, ഇന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇന്ന കാര്യം ചെയ്തല്ലോ എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തു, ഡിസൈഡ് ആക്കി. അപ്പം ഒരു ദിവസം എൻ്റെ ഫുൾ അവർ തന്നു. ഇനി മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ദിവസം എന്ത് ചെയ്യണം എന്നതിനുള്ള സ്ട്രാറ്റജി പ്ലാനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കട്ടെ, നമുക്ക് മൊത്തം 15 ദിവസമാണ്. നമുക്ക് എത്ര ദിവസമുണ്ട്, മൊത്തം 15 ദിവസം. 15 ഡേയ്സിനെ ഞാനിവിടെ 3 ബ്ലോക്കായിട്ട് തിരിക്കുന്നു. 5 ഡേയ്സ്, 5 ഡേയ്സ്, 5 ഡേയ്സ്, അങ്ങനെ 15 ദിവസം. ആദ്യത്തെ 5 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത 5 ദിവസം എന്ത് ചെയ്യുന്നു, അടുത്ത 5 ദിവസം എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ 5 ദിവസം റിവിഷൻ. എന്താണ് റിവിഷൻ? നിങ്ങൾ ഇനി 0യിൽ നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഇനി ടോപ്പ് ലെവൽ നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഏത് ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നാലും നമ്മൾ ഫസ്റ്റ് വീക്ക് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റിവിഷൻ. നമ്മളൊരു കാര്യം പഠിച്ചു, ആ പഠിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ 5 ദിവസം നമ്മൾ പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യേണ്ട കാര്യം NCERT ആണ്. നമ്മൾ NCERT ആണ് നമ്മുടെ എല്ലാം എന്ന് പറയുന്നത്. നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് NCERT റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ദിവസം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, റിവൈസ് NCERT ലൈൻ ബൈ ലൈൻ. അതായത് ഞാൻ നേരത്തെ 2 മണിക്കൂർ നിങ്ങൾ ടൈം ടേബിൾ ഇടുന്ന സമയത്ത് 10 to 12 ആ ടൈം ടേബിൾ നമ്മൾ അതിനെക്കുറിച്ച് പറയും. ടൈം ടേബിൾ സമയത്ത് ഇന്ന ചാപ്റ്റേഴ്സ് പഠിച്ചു എന്നതിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതെന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, NCERT ലൈൻ ബൈ ലൈൻ വായിക്കുക. NCERT എങ്ങനെ വായിക്കണം അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കും. NCERT വായിക്കുന്ന സമയത്ത്, ബയോളജി NCERT വായിക്കുന്ന സമയത്ത് ഞാൻ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു പാഠം എടുത്തിട്ട് അതിൻ്റെ സമ്മറി ആദ്യം വായിക്കുക എന്നുള്ളത്. സമ്മറി വായിക്കുന്ന ഉപയോഗം എന്ന് വെച്ചാൽ സമ്മറി വായിക്കുന്ന സമയത്ത് നമുക്ക് സമ്മറി നമുക്ക് ഐഡിയ കിട്ടും. എന്ന് വെച്ചാൽ എന്തൊക്കെ കണ്ടന്റ് ആണ് ആ ചാപ്റ്റേഴ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് എന്തൊക്കെ ഡേറ്റാസ് ആണ് ആ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഏറ്റവും വലിയ ഐഡിയ കിട്ടുന്ന വാലിഡ് ആയിട്ടുള്ള സോഴ്സ് എന്ന സമ്മറിയാണ്. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മൾ റിവിഷനാ ചെയ്യുന്നത്. നിങ്ങൾ ആൾറെഡി ഒരു വട്ടോ 2 വട്ടോ അത് നിങ്ങൾ വായിച്ചിട്ടില്ലെന്ന് തന്നെ വിചാരിക്കാം. നിങ്ങൾ +2 എക്സാമിനാണ് വായിച്ച അവസാനം, നിങ്ങൾ നീറ്റ് എക്സാമിനൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും സമ്മറി നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. മനസ്സിലാവും? ഐഡിയ എന്ന് വെച്ചാൽ എന്താണ്, ഐഡിയ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യം. അപ്പം എന്ത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആ കാര്യമായിട്ട് വായിക്കാം. അതുപോലെ ഇനോർഗാനിക് മക്കളെ, ഇനോർഗാനിക്കിൽ NCERT മസ്റ്റാണ്. എനിക്ക് ഒരിക്കലും ഇനോർഗാനിക്കൽ NCERT ഭയങ്കര സ്ട്രക്ചർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊരു അവകാശവാദം എനിക്കില്ല. എന്നിരുന്നാൽ പോലും NCERT നിങ്ങൾ വായിക്കണം. NCERT ഗ്രാഫ്സ്, കുറേ ബോയിലിംഗ് പോയിന്റിന്റെ, മെൽറ്റിംഗ് പോയിന്റിന്റെ, അയണൈസേഷൻ എനർജിയുടെ പല ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ പല എക്സെപ്ഷണൽ കേസുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT വായിക്കുക ചെയ്യണം. NCERT സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്ന എക്സെപ്ഷണൽ കേസുകൾ NCERTക്കകത്തുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാം നിങ്ങൾ വായിക്കാം. അവിടെ സമ്മറി വായിച്ച ശേഷം എന്ത് ചെയ്യുക, എങ്ങോട്ടേക്ക് പോവുക, ടെക്സ്റ്റ് ബുക്കിലേക്ക് വായിക്കാം. ഇനി അത് രണ്ടും കഴിഞ്ഞു, കെമിസ്ട്രി ആയി, ബയോളജി. അടുത്ത മോസ്റ്റ് എല്ലാവരും പറയുന്നത് ഫിസിക്സാണ്. പക്ഷേ മനസ്സിലാക്കുന്ന കാര്യം, നമുക്ക് നീറ്റ് എക്സാമിന് ഏറ്റവും പഠിക്കാൻ എളുപ്പവും നമ്മൾ ഒരു വട്ടം പഠിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യുന്ന കാര്യം ഫിസിക്സാണ്. നിങ്ങൾ ഫിസിക്സിനെ പേടിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കാൻ പറ്റത്തും. ഫിസിക്സിൻ്റെ കാര്യത്തിൽ
കൺസെപ്റ്റ് അറിഞ്ഞിട്ട് ഫോർമുലാസ് റിവൈസ് ചെയ്യുക. അതായത് കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഇതാണ്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഇതാണ്, സൂപ്പർ പൊസിഷൻ്റെ ഫോർമുല ഇതാണ്, ഒമേഗയുടെ ഫോർമുല ഇതാണ് എന്ന് പറയുന്ന ഫോർമുലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നിങ്ങളെ ഫോർമുല ബുക്സ് എടുക്കുക, നോട്ട് ബുക്ക് എടുക്കുക, കാരണം എടുത്ത് ഫോർമുല എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത് വരുന്ന കാര്യം എന്താണ്, ഫോർമുല എല്ലാം പഠിച്ചു, നമ്മൾ പഠിച്ചു, എന്തൊക്കെയോ റിവിഷൻ ചെയ്തു. ഇനി റിവിഷൻ ചെയ്ത കാര്യങ്ങൾ അത് ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണമോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഞാൻ ഇന്നൊരു കാര്യം പർട്ടിക്കുലർ സാധനം പഠിച്ചു, അതെനിക്ക് ഓർമ്മയുണ്ടാകുമോ, അത് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്ത് ചെയ്യണം, എം സി ക്യു നല്ലൊരു സ്റ്റാൻഡേർഡ് ബുക്ക് ഉപയോഗിച്ച് MCQ ക്ലിയർ ചെയ്യണം. ഞാൻ അതേ പറഞ്ഞു, നിങ്ങൾ പല റിസോഴ്സ് ഉപയോഗിക്കരുത്, പല ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കരുത്, പകരം ഒരൊറ്റ നല്ല ബുക്ക് ഉപയോഗിക്കുക MCQ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. ഒരു പാഠത്തിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ളൊരു 100 ക്വസ്റ്റ്യൻ മതി. ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ പറയുന്നു, നല്ല ക്വാളിറ്റി ഉള്ളൊരു 100 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമോ, അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഈ സമയം ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും, ഷുവർ. ഇനി നമുക്ക് ഒരു ദിവസം നിങ്ങൾ എങ്ങനെ പ്ലാൻ അടിക്കണം, ഒരു ദിവസം എങ്ങനെ പഠിക്കണം, ആദ്യത്തെ 5 ദിവസം നമ്മൾ എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം മോർണിംഗ് തുടങ്ങുക. എൻ്റെ മോർണിംഗ് തുടങ്ങിയിരുന്നത് 7:30 ആയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മോർണിംഗ് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, പ്ലാൻ ആക്കാം. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുമായിരുന്നു, ബയോളജി രാവിലെ പഠിക്കുന്നു. ബയോളജി എന്ത് ചെയ്യും, 2 ചാപ്റ്റർ, 2 അവർ കൊണ്ട് 2 ചാപ്റ്റർ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചാപ്റ്റർ ഞാൻ റിവൈസ് ചെയ്യുന്നു പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ റിവൈസ് ചെയ്യുന്ന പെട്ടെന്ന് ഇങ്ങനെ, അതായത് ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, ഇന്ന ചാപ്റ്ററിൻ്റെ കാര്യങ്ങളുണ്ട്, ഇന്നടത്ത് ഇന്ന കാര്യങ്ങളാണ് വരുന്നത്, ഇന്നടത്ത് ഇന്ന കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബോഡി സർക്കുലേഷൻ നമ്മൾ വിളിച്ചില്ലേ, ഹാർട്ടിൻ്റെ കാര്യങ്ങൾ ഈസി. അപ്പോൾ ഞാൻ ഹാർട്ട് 4 ചേമ്പർ ഉണ്ട്. ഇവിടെ ഇതാണ് സെപ്റ്റൽ വാൾവ് ഉണ്ട്, AV ഉണ്ട്, സെമിലൂണ വാൾവ് ഉണ്ട്, അല്ലെങ്കിൽ പൾമണറി സർക്കുലേഷൻ എങ്ങനെയാണ്, സിസ്റ്റം സർക്കുലേഷൻ എങ്ങനെയാണ്, ECG എടുത്ത ഇലേറ്റ്സ് ഇതാണ്, ECGൻ്റെ വേവ്സ് ഇതാണ്. അതായത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ തന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞു നോക്കും. എന്നിട്ട് ഞാൻ ഒന്ന് വായിക്കും. അതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ ഞാൻ വായിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് മുമ്പിലുണ്ട്, ഒരു കാര്യം കണക്റ്റ് ആയില്ല, ആ കണക്റ്റ് ആവാത്ത കാര്യം ഞാനത് ഓക്കെ ഇത് ഇന്ന കാര്യം എഴുതി വെക്കും, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ റിവിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ സമ്മറി വായിക്കുക, ഇൻസൈഡ് നമ്മൾ വായിച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ തന്നെ മെമ്മറൈസ് ചെയ്യുക. അതാണ്. ഇനി ഫസ്റ്റ് ബ്ലോക്ക് ഞാൻ ഫിനിഷ് ചെയ്തു, ബയോളജി ഫിനിഷ് ചെയ്തു. അടുത്ത ബ്ലോക്ക് എന്താണ്, നമ്മൾ എടുത്തേക്കുന്ന റിവിഷൻ ഇനോർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് എൻസിആർടി പഠിച്ചു. എൻസിആർടി പഠിക്കുന്ന സമയത്ത് എന്താണ് 10 to 12 2 മണിക്കൂർ ഇനോർഗാനിക്കും മിക്ക ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. ഇനി 1 to 3 PM നമ്മൾ എന്ത് ചെയ്തു, ഫിസിക്സ്. 1 to 3 PM എന്ത് ചെയ്തു, ഫിസിക്സ് നമ്മൾ കൺസെപ്റ്റ്സ് ഫോർമുലയും ചെയ്തു. ഇനി 3 to 5 നമ്മൾ എന്ത് ചെയ്തു, സോൾവ് MCQ ചെയ്തു. ഇനി 6 to 9 PM ഞാൻ എന്ത് ചെയ്തു, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു ദിവസം എത്ര മണിക്കൂർ ഞാൻ മിനിമം പഠിച്ചു, 12 hours പഠിച്ചു, സിസ്റ്റമാറ്റിക് ആയിട്ട്, പ്ലാൻ ആയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ 12 hours സിസ്റ്റമാറ്റിക് പഠിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് പർട്ടിക്കുലർ സാധനങ്ങൾ ഇന്ന ടൈം ടേബിളിൽ തീർക്കാൻ കഴിയുന്നു, ഇന്ന ടൈം ഡ്യൂറേഷൻ തീർക്കാൻ കഴിയുന്നുണ്ടോ കഴിയുന്നില്ലയോ എന്ന് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റി. ഞാൻ പഠിക്കുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റി. മനസ്സിലാവുന്നുണ്ടോ? അതുകൂടാണ്ട് എന്താണ്, ഈ ഫിസിക്സിൻ്റെ ആയാലും MCQൻ്റെ ആയാലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കി. ഇപ്പം ഇനി ഫസ്റ്റ് ദിവസം നോക്കിയേ, ഞാൻ ഫസ്റ്റ് ദിവസത്തെ കാര്യം പറഞ്ഞു. ഈ രണ്ടാമത്തെ ദിവസം സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഇനി 10 to 12 കെമിസ്ട്രി ആണ്. ഇവിടെ എന്ത് മാറ്റുക, ഇൻഓർഗാനിക് മാറ്റിയിട്ട് ഓർഗാനിക് ആക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇൻഓർഗാനിക് മാറ്റി എന്താക്കുക, ഓർഗാനിക് ആക്കുക. ഒരു ദിവസം നിങ്ങൾ ഇൻഓർഗാനിക് പഠിച്ചു, അടുത്ത ദിവസം ഓർഗാനിക് പഠിച്ചു, അടുത്ത ദിവസം നമ്മൾ എന്ത് പഠിക്കണം, ഫിസിക്കൽ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം നിങ്ങൾ ഇൻഓർഗാനിക് പഠിച്ചു, അടുത്ത ദിവസം നേരെ ഓർഗാനിക് പോവുക, ഫിസിക്കൽ പോവുക. 5 ദിവസം. എത്ര ദിവസം? 5 ദിവസം റിവിഷൻ. ഓർഗാനിക്, ഇൻഓർഗാനിക്, ഫിസിക്കൽ. ഇനി ബയോളജി വന്നാൽ ബയോളജിയിൽ സുവോളജി, ബോട്ടണി, റിവിഷൻ. 5 ദിവസം കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഗ്രാസ്പ് ചെയ്യുക, എക്സാംസ് ചെയ്തു. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ 5 ദിവസം കൊണ്ട് ഇതെല്ലാം എങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റുക? നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാകുന്ന കാര്യം, എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടല്ല എല്ലാവരും നീറ്റ് എക്സാമിന് പോകുന്നത്. ഞാൻ നീറ്റ് എക്സാമിന് പോകുന്ന സമയത്തും ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിരുന്നില്ല. പക്ഷേ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നാലും ആ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതായത് ഞാൻ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെടുത്തി കളയില്ല എന്നുള്ള കോൺഫിഡൻറ്റ്, അപാരമായ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് 2-3 ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതായത് ആ ചാപ്റ്ററിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് വേണ്ട, പകരം ഞാൻ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നാലും ഞാൻ ആൻസർ ചെയ്യും. ആ ലെവലിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമ്മൾ എന്തിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ റിവിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കുമക്കളെ, അടുത്ത ബ്ലോക്ക്, ഫസ്റ്റ് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ബ്ലോക്ക് എന്താണ്, 6 to 10 days മോക്ക് ടെസ്റ്റ്. എന്താണ് മോക്ക് ടെസ്റ്റ്? മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എറർ. നമുക്ക് എത്രത്തോളം എറർ ഉണ്ടാവുന്നുണ്ട്, നമുക്ക് ആക്യുറസി ഉണ്ടോ. ആക്യുറസി നമുക്കറിയാം. ആക്യുറസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് ഒരു ആക്യുറസിയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്തു OMR ബബിൾ ചെയ്യണം എന്നത് വേറൊരു ആക്യുറസിയാണ്. അത് ശ്രദ്ധിക്കണം. പിന്നെ സ്പീഡ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് ഒരു മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം. 1 മിനിറ്റിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം, സ്പീഡ്. അതുപോലെ സ്റ്റാമിന എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ. ഒരു 10 മിനിറ്റ് ടെസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ എന്ന രീതിക്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് 3 മണിക്കൂർ ഇതേ എനർജിയിൽ ഇതേ സ്ട്രെച്ചിൽ നമുക്ക് ഇരുന്ന് നീറ്റ് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണം. അതാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നീറ്റ് എക്സാമിൻ്റെ 3 മണിക്കൂർ നമ്മൾ നമ്മുടേതായ ഒരു എൻവയോൺമെൻറ്റിൽ സൃഷ്ടിച്ചിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു, അഡാപ്റ്റ് ആവുന്നു. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അഡാപ്റ്റേഷനിലേക്ക് പോകാൻ കഴിയില്ല. എക്സാം എഴുതി കഴിഞ്ഞു, നിങ്ങൾ ഒരു 3 മണിക്കൂറിൻ്റെ എക്സാം എഴുതി. എക്സാം എഴുതിയാൽ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്, അനലൈസ് മിസ്റ്റേക്ക്. എക്സാം മിസ്റ്റേക്ക് അനലൈസ് ചെയ്യും. എക്സാം മിസ്റ്റേക്ക് അനലൈസ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ഈ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടും, അതായത് ഒരു എക്സാം നിങ്ങൾ എഴുതി, കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റോങ് ആയിപ്പോൾ, കുറേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിൻ്റെ മീനിങ് എന്താ, ആ ടോപ്പിക്സ് വീക്കാണ്. ആ ടോപ്പിക്സ് എന്താണ്, വീക്കാണ്. അങ്ങനെ വീക്കായ ടോപ്പിക്സ് ഫൈൻഡ് ചെയ്ത് പഠിക്കാം. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത റീസൺ എന്താണ്, ആ ടോപ്പിക്സ് വീക്ക് ആയതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ആ ടോപ്പിക്ക് വീക്ക് ആയതുകൊണ്ടാണ്. വീക്കായ ടോപ്പിക്സ് പഠിക്കണം. ആ വീക്കായ ടോപ്പിക്ക് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നില്ല? നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്, വീക്കായ പാർട്ട് അനലൈസ് ചെയ്യുക. ആ വീക്കായ പാർട്ട് ഒരു കുട്ടി കണ്ടുപിടിക്കുകയും ആ വീക്കായ പാർട്ടിൽ ഒരു കുട്ടി വർക്ക് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് എക്സാം നല്ല സ്കോർ കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ബയോളജി സ്റ്റേറ്റ്മെന്റ് വായിച്ച് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫിസിക്സും കെമിസ്ട്രി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫിസിക്സും കെമിസ്ട്രി എന്ത് ചെയ്യണം, നമ്മൾ എക്സ്ട്രാ വർക്ക് എടുക്കണം. ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾക്ക് എന്താണോ ടഫ് വരുന്നത്, അതായത് ഇപ്പൊ പറഞ്ഞല്ലോ 5 ദിവസമല്ലേ, 1ാമത്തെ ദിവസം നിങ്ങൾ ഫിസിക്സ് ആണ് ഈ സമയം ചെയ്തെങ്കിൽ 2ാമത്തെ ദിവസം എന്ത് ചെയ്യുക, ഫിസിക്കൽ കെമിസ്ട്രി ചെയ്യുക, 3 ദിവസം വീണ്ടും ഫിസിക്കൽ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ തരുന്നത് ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആണ്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് അതിനെ ഷോർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു നിങ്ങൾ ടൈം ടേബിൾ ബിൽഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രിയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് വരുന്നത് എന്താണ്, ബയോളജിയാണ്. ബയോളജി ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ, ബയോളജി പഠിച്ചു, ബയോളജി ഓർമ്മയിടാന്ന് അറിയണ്ടേ. ഇപ്പം എവല്യൂഷൻ, ജെനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ എത്ര പഠിച്ചിരുന്നാലും ക്വസ്റ്റ്യൻ ചെയ്തില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആൻസർ ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും ആൻസർ ചെയ്യാൻ കഴിയില്ല. ഇനി ഞാൻ പറയുന്നത് ലിവിൻ വേർഡിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ, ലിവിൻ വേർഡ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, നല്ലപോലെ നീറ്റ് എക്സാം വിചാരിക്കുകയാണ്, ക്വസ്റ്റ്യൻ ഇടുന്ന വിചാരിക്കുക. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാളെ എന്ന് വിചാരിച്ചു, ലിവിൻ വേർഡിൽ നിന്ന് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നല്ല കോൺഫിഡൻറ്റ്, ലിവിൻ വേർഡ് അല്ലേ, എന്ത് ചെയ്യണം എനിക്കറിയാമെന്നുള്ള പാടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. കാരണം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് പറയാം, സാറേ ക്വസ്റ്റ്യൻ ചെയ്ത് തെറ്റിപ്പോകും. തെറ്റട്ടെ, ഒരു വട്ടമല്ലേ തെറ്റു. നിങ്ങളിപ്പോൾ എഴുതുന്ന എക്സാമിൻ്റെ, നിങ്ങളിപ്പം ട്രൈ ആക്കുന്ന, നിങ്ങളിപ്പോൾ എഴുതുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ തെറ്റുന്നതാണ് നിങ്ങൾക്ക് വലുത്, അത് നാളെ നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ തെറ്റുന്നതാണ് വലുത് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ശരിയാക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. നീറ്റ് എക്സാമിന് ശരിയാക്കാനുള്ള ചോയ്സ് ഇല്ല, അത് മനസ്സിൽ വയ്ക്കാം. അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങൾ ചെയ്തു, റിവിഷൻ ചെയ്തു. അന്ന് രാത്രി എന്ത് ചെയ്യുക, ടോപ്പിക്ക് റിവൈസ് ചെയ്യുക. പഠിച്ച ടോപ്പിക്ക് എന്ത് ചെയ്യുക, പക്കായിട്ട് റിവൈസ് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ പഠിച്ചു, അപ്പം നമ്മൾ എന്ത് ചെയ്തു, എത്ര റിവിഷൻ നമ്മൾ ഈ ഇടയ്ക്ക് പ്ലാൻ ആക്കുന്ന, ഓരോ ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷൻ ചെയ്യുന്നുണ്ട്. ഇനി അവസാന ബ്ലോക്ക്, നമ്മുടെ അവസാന ബ്ലോക്ക് എന്താണ്, റിവിഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വായിച്ചു നോക്കുക, നോട്ട്സ് വായിക്കുക, എൻസിആർടി വായിക്കുക, ഇൻഓർഗാനിക് വായിക്കുക, ഓർഗാനിക് വായിക്കുക, ഫോർമുലാസ്, റിയാക്ഷൻസ് വീണ്ടും വീണ്ടും വായിക്കുക, നോട്ട്സ് എടുക്കുക, വായിക്കുക എന്നതാണ് എന്ന് പറയുന്നത് റിവിഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോ മോക്ക് ടെസ്റ്റും അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് ഇയർ ടെസ്റ്റും ചെയ്യുക. ഏത് നീറ്റ് പേപ്പർ എന്ത് ചെയ്യുക, നീറ്റ് പേപ്പർ എന്ത് ചെയ്യുക, നീറ്റ് പേപ്പർ നോക്കാം. നീറ്റ് പേപ്പർ എന്ത് ചെയ്യുക, നീറ്റ് പേപ്പറും ചെയ്യുക അവസാന ആഴ്ച. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ സ്കോർ എവിടെയാണ്, നമുക്ക് ഏത് കോളേജിലാണ് കിട്ടാൻ പോകുന്നത്, നമുക്ക് ഇന്ന കോളേജ് ഇന്ന മിസ്റ്റേക്സ് എനിക്കുണ്ട്, സോ അതൊക്കെ ഇമ്പ്രൂവ് ആക്കണമെന്ന ഐഡിയ നമുക്ക് എന്തെങ്കിലും കിട്ടും. അവസാന ആഴ്ച എന്ന് പറയുന്നത് എൻസിആർടി വായിക്കുക, നിങ്ങളുടെ നോട്ട്സ് വായിക്കുക. അവസാന ആഴ്ച ഈ വീക്കിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കരുത്. നിങ്ങൾ 2 ചാപ്റ്റർ പഠിച്ചിട്ടില്ല, ഫൈൻ, ലീവ് ഇറ്റ്. പഠിച്ച കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കാം. അതായത് നോക്കളെ, ഇവിടെ നോക്കുന്ന സമയത്ത് 720 മാർക്കിൽ 670 മാർക്ക് പോരെ ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടാൻ. 720 മാർക്കിൽ 670 മതി. അതിനർത്ഥം
നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് കോളേജ് അഡ്മിഷൻ കിട്ടിയാൽ മതി, എനിക്കൊരു എങ്ങനെയെങ്കിലും ഒരു MBBS സീറ്റ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ 180 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. 670 ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലെങ്കിൽ 670 മാർക്ക് കിട്ടാൻ വേണ്ടി എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് മാത്രം നോക്കിയാൽ മതി. അതിനർത്ഥം എന്താ? 2-3 ചാപ്റ്ററൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഡൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. പക്ഷേ അങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കിപ്പ് ചെയ്യാത്ത ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നിരുന്നാലും ഞാൻ ചെയ്യുമെന്ന് വിചാരിക്കുക എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ നീറ്റ് എക്സാമിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രീ എക്സാമിൻ്റെ ലൈറ്റ് ഡേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് മുമ്പുള്ള പകലും രാത്രി. അതായത് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പുള്ള തലേ ദിവസമാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ആ ദിവസങ്ങളിലാണ് എല്ലാവരും ഇങ്ങനെ ഭ്രാന്തമായി പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇന്ന തീർന്നിട്ടില്ലോ എന്ന് പഠിക്കാൻ ശ്രമിക്കും. പക്ഷേ അന്നത്തെ ദിവസങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അഭിപ്രായത്തിൽ പഠിക്കരുത്. പകരം പഠിക്കരുതെന്ന് ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിക്കരുത്. രാവിലെ എണീക്കുക, കുറച്ച് ചാപ്റ്റേഴ്സ് കൊണ്ട് ഇന്ന കാര്യം റിവിഷൻ ഫോമിൽ ചുമ്മാ ഇങ്ങനെ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ മറിച്ച് നോക്കുക, ഇന്ന ഇക്വേഷനാണ്. നിങ്ങൾ പഠിച്ചിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഉച്ചയാവുന്ന സമയത്ത്, ഒരു 2 മണിയാവുന്ന സമയത്ത് മാക്സിമം പോയാൽ 5 PM നിങ്ങൾ സ്റ്റഡി എല്ലാം തീർത്തിരിക്കണം. നിങ്ങൾ സ്റ്റഡി എല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാംസിന് കൊണ്ടുപോകുന്ന ഹാൾ ടിക്കറ്റും പ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക, ഫുഡ് കഴിക്കുക, സുഖമായിട്ട് കീറിക്കണം എന്ന് തുടങ്ങും. വേറൊന്നും ചിന്തിക്കേണ്ട. തലേ ദിവസം സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നീറ്റ് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് 6 hours സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ ബ്രെയിൻ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചോണ്ടാത്ത കാര്യം നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ട്, ഇന്ന പോസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. സോ അതിനെന്ത് വേണം, അഡ്വക്കേറ്റ് സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പ് മസ്റ്റാണ്. സോ എൻ്റെ എക്സാം സമയത്ത് ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി പ്ലാനുകൾ എന്ത് ചെയ്തത്, ഷെയർ ചെയ്തത്. എനിക്കിത് ഭയങ്കര എഫക്റ്റീവായിരുന്നു. നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് എന്ത് ചെയ്യുക, ഇതിന് മോഡിഫൈ ചെയ്യുക. നിങ്ങളുടേതായ രീതിക്ക് മോഡിഫൈ ചെയ്യുക. എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവസാനഘട്ട സമയത്ത് ടെൻഷനും സ്ട്രെസ്സും ഭയങ്കരമായിട്ടുണ്ടാവും. പലരും പേടിച്ചിട്ട് മോക്ക് ടെസ്റ്റും പോലും അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 400 മാർക്ക് കിട്ടുന്നുള്ളൂ, 500 കിട്ടുന്നില്ല, 600 കിട്ടുന്നില്ല, എനിക്ക് പ്രശ്നം കിട്ടുമോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. അങ്ങനെ സംഭവം ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ പറയുന്ന മോക്ക് എക്സാമിന് 600ഉം 700ഉം കിട്ടിയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാത്ത ആൾക്കാരും, മോക്ക് എക്സാമിന് 400ഉം 500 മാർക്ക് കിട്ടിയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. രണ്ടുപേരും ചെയ്ത വ്യത്യാസം എന്താണ്? നമ്മൾ ഇത്ര നേരം പറഞ്ഞു, എന്താണ്? പ്രോപ്പർ റിവിഷൻ. 600 കിട്ടിയ കുട്ടി എന്താ ചെയ്തത്? എനിക്ക് 600 മാർക്ക് ഉണ്ടല്ലോ, ഞാൻ എന്ത് റിവിഷൻ ചെയ്യണം, എന്തൊരു ഓവർ കോൺഫിഡൻറ്റും. 400 കിട്ടിയ കുട്ടി, എനിക്കൊന്നും അറിയില്ലല്ലോ, ഞാൻ റിവിഷൻ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഗവൺമെൻറ് കോളേജിൽ കയറാൻ പറ്റൂ എന്നുള്ള അവൻ്റെ അമിതമായ ആവേശവുമാണ് അവരെ വ്യത്യസ്തരാക്കിയതും അവരെ ഒരു കോളേജ് അഡ്മിഷൻ കിട്ടിയതും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ആയിരുന്നു, എനിക്കിത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക്, നിങ്ങൾ കംഫർട്ടബിളായ രീതിക്ക് ഇതിനെ ചേഞ്ച് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം നിങ്ങളുടെ നീറ്റ് എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.